ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ അതർ ക്വാണ്ടം മെക്കാനിക്സ് എൻസെമ്പിൾ. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് മൈക്രോ കനോണിക്കലാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിലും അതുപോലെ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിലുള്ള എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് ബിഹേവിയറാണ് നമ്മൾ ചെയ്യുന്നത് കാണാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കനോണിക്കൽ എൻസെമ്പിൾ. നമുക്കറിയാം പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു Q1 is equal to സിഗ്മ ആർ e raised to minus beta ER എന്താണ്? ഇതിൽ എനർജി എന്നതാണ് എന്ത് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എനർജി ഐഗൻ വാല്യൂ ഓഫ് സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ മൊത്തം എനർജിയാണ് എന്ത് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത്. അതായത് മൊത്തം എനർജി, എല്ലാ ലെവൽസിൻ്റെയും ടോട്ടൽ എനർജി. ഒരു സിംഗിൾ പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ എനർജി എന്ന് പറയുന്നത് നമ്മൾ എപ്സിലോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനർജി ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ എപ്സിലോൺ എൻ എപ്സിലോൺ എപ്സിലോൺ. അതായത് ഓരോ പാർട്ടിക്കിൾസിനെയും അതായത് എൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഒരു സിംഗിൾ എനർജി പാർട്ടി അല്ലെങ്കിൽ സിംഗിൾ പാർട്ടിക്കിൾ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് എപ്സിലോൺ എന്ന് പറയുന്നത് 10 ജൂൾ ആണെങ്കിൽ ഈ 10 ജൂൾ കിട്ടുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനാണ് എന്താ പറയുക എൻ എപ്സിലോൺ എന്ന് പറയുന്നത്. ബട്ട് ഈ കണ്ടീഷൻ എന്തായാലും എൻ എപ്സിലോൺ എന്ത് ചെയ്യും സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് സിഗ്മ എപ്സിലോൺ എൻ എപ്സിലോൺ എന്ന് എന്തായിരിക്കും ക്യാപിറ്റൽ എൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. Qn is equal to സിഗ്മ എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ബീറ്റ. എനർജിക്ക് പകരം എന്ത് ചെയ്യാം സിഗ്മ എപ്സിലോൺ എൻ എപ്സിലോൺ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് മുമ്പ് കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ നമ്മളൊരു കേസ് പറഞ്ഞിരുന്നു. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റിംഗ് ഫാക്ടർ, അതായത് G ഓഫ് എൻ എപ്സിലോൺ എന്നുള്ളൊരു കേസ്. ഇതിന് നമ്മൾ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റിംഗ് ഫാക്ടർ എന്നാണ്. വെയ്റ്റിംഗ് ഫാക്ടർ ഇതിൽ സംഭവം എന്താ വെച്ചാൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾക്ക് എനർജിക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇത് വാല്യൂ വരുന്നത്. അപ്പോൾ പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്ക് ഈ രീതിയിൽ നമുക്ക് മാറ്റി എഴുതണം. യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റിംഗ് ഫാക്ടർ ദാറ്റ് ഈസ് സിഗ്മ എൻ എപ്സിലോൺ എന്നുള്ളത് ഏത് വരെ പോകാം? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരെ പോകാം. G ഓഫ് എൻ എപ്സിലോൺ എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ബീറ്റ സിഗ്മ എപ്സിലോൺ എൻ എപ്സിലോൺ എപ്സിലോൺ എന്നതാണ്. ഇതിന് പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എൻ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് പറയുക കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറാണെന്ത് അല്ലെങ്കിൽ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് എന്താ പറയുന്നത് വെയ്റ്റിംഗ് ഫാക്ടർ. അതായത് എത്രത്തോളം എലമെൻറ്റ്സ് ആണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ആ ഒരു സംഭവം പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് 3 സിസ്റ്റത്തിലും, അതായത് ബോസ് സിസ്റ്റം ആണെങ്കിലും ഫെർമി സിസ്റ്റം ആണെങ്കിലും അതുപോലെ മാക്സ്വെൽ ബോൾട്സ്മാൻ സിസ്റ്റം ആണെങ്കിലും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒരു സിംഗിൾ പാർട്ടിക്കിൾ എനർജിയിൽ എത്രത്തോളം എനർജിനെ അല്ലെങ്കിൽ എത്രത്തോളം പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യും ആ ഒരു കേസാണ് നമ്മൾ ഇത് പറയുന്നത്. G ഓഫ് എൻ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് 100%. ബോസ് ഐൻസ്റ്റീൻ്റെ കേസിലാണ് 1 എന്നുള്ള കേസ് വരാം. ഫെർമീൻ്റെ കേസിൽ 2 ചാൻസ് വരാം. ഒന്നെങ്കിൽ 1 വരാം അല്ലെങ്കിൽ 0 വരാം. 1 വരുന്നത് എൻ എപ്സിലോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0യോ 1ഓ വരുമ്പോൾ, അതായത് വെയ്റ്റിംഗ് ഫാക്ടർ. അതായത് ബോസ് ഐൻസ്റ്റീൻ്റെ കേസിൽ എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും. കാരണം നോൺ ലിമിറ്റേഷൻ ഒന്നുമില്ല. ഒരു പാർട്ടിക്കിൾ വന്നാൽ പോലും എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റിംഗ് ഫാക്ടർ കാണിക്കും എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റിംഗ് ഫാക്ടർ കാണിക്കുക, അതായത് ഒരു പാർട്ടിക്കിൾ ഒരു ലെവലിൽ വരാണെങ്കിൽ പോലും അല്ലെങ്കിൽ മൊത്തം പാർട്ടിക്കിൾ ഒരു സിംഗിൾ പാർട്ടിക്കിൾ ലെവലിൽ വരാണെങ്കിലും ബോസ് ഐൻസ്റ്റീൻ്റെ കേസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഫെർമി ഡിറാക്കിൻ്റെ കേസിൽ എൻ എപ്സിലോണിൻ്റെ വാല്യൂ ആ സിംഗിൾ പാർട്ടിക്കിൾ ലെവലിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നിക്ക് 0 വരാം, അതായത് എം ടി സ്റ്റേജ്, അല്ലെങ്കിൽ 1 വരാം. ഈ 2 കേസാണ് പോസിബിൾ.
അങ്ങനത്തെ കേസിൽ ഫെർമി ഡിറാക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റിംഗ് ഫാക്ടർ എന്നുള്ളത് എന്താണ്? 1 ആണ്. അതർ ദാൻ വാല്യൂ ദിസ് 1, ഇതല്ലാത്ത വാല്യൂ 2, 3 അങ്ങനത്തെ ലെവൽ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് പാർട്ടീഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റിംഗ് ഫാക്ടർ എന്ന സംഭവം അവിടെ എന്തില്ല, നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെ ലിമിറ്റേഷൻ ഉണ്ട്. ഫെർമി ഡിറാക്കിൽ ഒന്നുകിൽ 0 അല്ലെങ്കിൽ മാക്സിമം വാല്യൂ 1 എന്ന് പറയും. ഇതിൽ കൂടുതൽ വേറെ ചാൻസ് എന്തില്ല, ഇല്ല. ഇത് ഫെർമി ഡിറാക്കിൽ ഇത് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എൻ എപ്സിലോൺ, ഫോർ ഓൾ വാല്യൂസ് ഓഫ് എൻ എപ്സിലോൺ ആണ് ബോസ്-ഐൻസ്റ്റീൻ്റെ കേസിൽ. ഇനി മാക്സ്വെൽ ബോൾട്സ്മാൻ പറയുന്നത് 1/n എപ്സിലോൺ ഫാക്ടർ എന്നതാണ്. മാക്സ്വെൽ ബോൾട്സ്മാൻ്റെ കേസിൽ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എൻ എപ്സിലോൺ, എൻ എപ്സിലോണിൻ്റെ എല്ലാ വാല്യൂലും സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞത് ഇതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിലുള്ള മാക്സ്വെൽ ബോൾട്സ്മാൻ, ബോസ്-ഐൻസ്റ്റീൻ, ഫെർമി ഡിറാക്ക്, അതുപോലെ ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിളും അതിൻ്റെ കേസിലുള്ള മാക്സ്വെൽ ബോൾട്സ്മാൻ, ഫെർമി ഡിറാക്ക്, ബോസ്-ഐൻസ്റ്റീൻ, ഈ 3 കേസിലുള്ള പാർട്ടീഷൻ ഫംഗ്ഷനും ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷനും നമുക്ക് കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ ക്യൂവിൻ്റെ വാല്യൂ കാണാം, ദെൻ എനർജി കാണാം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാം. ഇത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സ്വെൽ ബോൾട്സ്മാൻ്റെ കേസാണ്. മാക്സ്വെൽ ബോൾട്സ്മാൻ നമുക്കറിയാം, പാർട്ടീഷൻ ഫംഗ്ഷൻ എന്നുള്ളത് Q = സിഗ്മ n എപ്സിലോൺ G of n എപ്സിലോൺ e⁻β സിഗ്മ എപ്സിലോൺ n എപ്സിലോൺ എപ്സിലോൺ എന്നാണ് എന്താ പറയുക പാർട്ടീഷൻ ഫംഗ്ഷൻ. ഇതിൻ്റെ കേസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? ദിസ് 1 ഈ കേസാണ് 1/π എപ്സിലോൺ n എപ്സിലോൺ ഫാക്ടോറിയൽ. ഈ പൈ കൊടുക്കേണ്ട കാരണം ഇവിടെ വന്നാലും എന്താണ്, ഇതിന് ഡിഫറെൻ്റ് ആണ് ഇതിന്. അപ്പോൾ ഡിനോമിനേറ്ററിൽ കൊടുത്താലും ഇപ്പം പ്രോബ്ലം അവിടെ 1 ആയതുകൊണ്ട് ദർ ഇസ് നോ പ്രോബ്ലം. ഇനി ഇവിടെ e⁻β സിഗ്മ എപ്സിലോൺ n എപ്സിലോൺ എപ്സിലോൺ, ഞങ്ങൾ എപ്സിലോണിന് വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? e⁻β n0 എപ്സിലോൺ e⁻β n1 എപ്സിലോൺ e⁻β n3 എപ്സിലോൺ, ഈ രീതിയിലേക്ക് വരാം. ഇത് പ്രോഡക്റ്റായിട്ടാണ് വരുന്നത്. സോ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് n എപ്സിലോൺ e⁻β എപ്സിലോൺ n എപ്സിലോൺ എന്ന് കൊടുത്തുകൂടെ. പ്രോഡക്റ്റാണ്, പ്രോഡക്റ്റിൻ്റെ സിമ്പിൾ കൊടുത്തു. n0 മാത്രമേ എൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ n എപ്സിലോൺ ഇവിടെ അതിനനുസരിച്ച് കൊടുത്തു. അപ്പോൾ 0 വരുമ്പോൾ ഇവിടെ എപ്സിലോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്സിലോൺ 0 ആണെങ്കിൽ n0, എപ്സിലോൺ 1 ആണെങ്കിൽ n1, ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ n എപ്സിലോൺ 1/π എപ്സിലോൺ n എപ്സിലോൺ ഫാക്ടോറിയൽ π എപ്സിലോൺ e⁻β എപ്സിലോൺ n എപ്സിലോൺ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ n ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെ n ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും n ഫാക്ടോറിയൽ കൊടുത്തു. ഈ റിസൾട്ട് നമ്മൾ മൾട്ടിനോമിയൽ തിയറം എന്താണ് നമ്മൾ പറയുന്നില്ല, തിയറത്തിൻ്റെ പേര് മാത്രമേ പരാമർശിക്കുള്ളൂ. മൾട്ടിനോമിയൽ തിയറം പ്രകാരം സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ എഴുതാം. 1/n ഫാക്ടോറിയൽ സിഗ്മ എപ്സിലോൺ e⁻β എപ്സിലോൺ. ഓക്കെ, ഇത് സിംഗിൾ പാർട്ടിക്കിൾ അല്ല കേട്ടോ, കാരണം ഇവിടെ സിഗ്മ ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരും n പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ Qn = 1/n ഫാക്ടോറിയൽ e⁻β എപ്സിലോൺ n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ Qn = this one നമ്മൾ പഠിച്ചിട്ടുണ്ട്. Qn = Q1n/n ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ വരുന്നതിന് കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ്. n ഫാക്ടോറിയൽ ഗിബ്സ് പാരഡോക്സ് വരുന്നതുകൊണ്ടാണ് n ഫാക്ടോറിയൽ വരുന്നത്. കാരണം മാക്സ്വെൽ ബോൾട്സ്മാൻ ക്ലാസിക്കൽ പാർട്ടിക്കിളാണ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, അതായത് ഇൻഡിസ്ട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളാണ് ഇതിലുള്ള, ഡിസ്ട്രിബ്യൂട്ടബിൾ പാർട്ടിക്കിളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് ഗിബ്സ് പാരഡോക്സ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ
ഇവിടെ നമുക്ക് മാക്സ്വെൽ ബോൾസ്മാൻ കേസിലുള്ള പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ n പാർട്ടിക്കിൾ ഇവിടെ തന്നെ കിട്ടും. ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ Q1 സീക്വൽസ് നമുക്ക് ഇത് കിട്ടും സിഗ്മ എപ്സിലോൺ e റൈസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ Q1 സീക്വൽ ടു ഇങ്ങനെ എഴുതാം സിഗ്മ എപ്സിലോൺ e റൈസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ. This is the partition function for the single particle. That is equal to sigma e raised to minus p square divided by 2m beta. കാരണം സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസിൽ എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ, നമുക്ക് എനർജി നമുക്ക് എഴുതാം ഈ ടൈമിൽ നമുക്ക് എഴുതാൻ പറ്റും പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m. ഇനി നമ്മൾ സിഗ്മ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഇൻ്റഗ്രേഷനിലേക്ക് മാറ്റണം. ആ ഒരു കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? സിംഗിൾ പാർട്ടിക്കിളാണ്. ഇവിടെ എന്താണ്? 1 ഡയമെൻഷനിലാണ് കാണിക്കുന്നത്. 3 ഡയമെൻഷനിലാണ് സിംഗിൾ പാർട്ടിക്കിൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. സിഗ്മനെ നമുക്ക് മാറ്റുമ്പോൾ ഇൻ്റഗ്രലിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? 1 ഡിവൈഡ് ബൈ h റേസ് ടു 3 n ആണ് വരേണ്ടത്. കാരണം ഇവിടെ n ഈക്വൽ ടു എന്താണ്? സിംഗിൾ പാർട്ടിക്കിൾ ആയതുകൊണ്ട് n ഈക്വൽ ടു 1 ആണ്. അപ്പോൾ h റേസ് ടു 3 d ഒമേഗ എന്ന് പറയുമ്പോൾ d3np d3nq n ഈക്വൽ ടു 1 ആകുമ്പോൾ d3p d3q എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് ഈക്വൽ ടു Q1 ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ h ക്യൂബ് ഇൻ്റഗ്രൽ e റേസ് ടു മൈനസ് ബീറ്റ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m d3p d3q. ഇനി d3p എന്ന് പറഞ്ഞാൽ എന്താണ്? d3q എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. d3q ഈക്വൽ ടു v. d3p എന്ന് പറഞ്ഞാൽ 4πp സ്ക്വയർ dp എന്ന് ഡിവൈഡ് ബൈ വോളിയം. 4πp സ്ക്വയർ dp എന്നതാണ് വരിക. അപ്പോൾ ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? Q1 ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ h ക്യൂബ് ഇൻ്റഗ്രൽ e റേസ് ടു മൈനസ് ബീറ്റ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m 4πp സ്ക്വയർ dp ഇൻറ്റു v. ദാറ്റ് ഈസ് ഈക്വൽ ടു 4π v ഡിവൈഡ് ബൈ h ക്യൂബ്. ഇത്രയും ടൈം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ പി സ്ക്വയർ e റേസ് ടു മൈനസ് ബീറ്റ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m ഇൻറ്റു dp. ഇത്രയും ടൈം നമ്മൾ പുറത്തേക്ക് എടുത്തു. അങ്ങനെ 4πv ഇൻ്റഗ്രൽ ഡിസ്കൗണ്ട് ചെയ്യും. ഇനി ഇതിന് എനർജീൻ്റെ ടേംസിലേക്ക് നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്യാണ്. നമുക്കറിയാം പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2m എപ്സിലോൺ എന്ന് എഴുതാം. ഇതിൽ നിന്ന് 2p dp ഈക്വൽ ടു 2m ദാറ്റ് ഈസ് ഈക്വൽ ടു d എപ്സിലോൺ. അപ്പോൾ ഇത്രയും കേസിൽ അപ്പോൾ dp ഈക്വൽ ടു എന്ത് ചെയ്താൽ d എപ്സിലോൺ ഡിവൈഡ് ബൈ 2 ക്യാൻസൽ ചെയ്തു. ഇവിടെ p ഉണ്ട്. p എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 2m എപ്സിലോൺ ആണ്. റൂട്ട് ഓഫ് 2m എപ്സിലോൺ. ഇവിടെ ഒരു m ഉണ്ട്. ആ m അവിടെ പോവും. പി സ്ക്വയർ 2m അല്ലേ? പി സ്ക്വയർ ഈക്വൽ ടു 2m എപ്സിലോൺ. പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2m എപ്സിലോൺ. അപ്പോൾ ഇവിടെ ഒരു m കൂടി വരും. ഓക്കെ, ചെയ്ത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നോട് പറയാം. ഇവിടെ കാണാം പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m എപ്സിലോൺ. ഇതിൽ നിന്ന് പി സ്ക്വയർ ഈക്വൽ ടു 2m എപ്സിലോൺ. ഓക്കെ, ദെൻ പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2m എപ്സിലോൺ. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇനി ഇവിടെ നോക്കാം. ഇതിൽ നിന്ന് ഡെറിവേറ്റീവ് ആണ് 2p dp ഡിവൈഡ് ബൈ 2m ഈക്വൽ ടു d എപ്സിലോൺ. 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് dp ഈക്വൽ ടു എങ്ങനെ എഴുതാം? m d എപ്സിലോൺ ഡിവൈഡ് ബൈ p. p എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ക്വാണ്ടിറ്റി. അപ്പോൾ dp ഈക്വൽ ടു ദിസ് വൺ. ഈ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? Q1 ഈക്വൽ ടു
4 pi v divided by h cube integral p square. p square എന്ന് പറഞ്ഞാൽ 2m epsilon integral exponential of minus beta epsilon dpക്ക് പകരം എന്ത് കൊടുക്കാം, m d epsilon divided by root of 2m epsilon. That is equal to 2m ഇവിടെ ഉണ്ട്, m ഇവിടെ ഉണ്ട്, റൂട്ട് ഓഫ് 2m ഇവിടെ ഉണ്ട്. എത്രയും ടൈം നമുക്ക് എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 2 ഉള്ളത് 8 പൈ വി ഡിവൈഡ് ബൈ h ക്യൂബ്, ഇവിടെ m വരുന്നുണ്ട്, ഇവിടെ m വരുന്നുണ്ട്, അപ്പോൾ m സ്ക്വയർ, ഇവിടെ റൂട്ട് 2m ഇത്രയും വരുന്നുണ്ട്. ഇൻ്റഗ്രൽ ഇവിടെ എപ്സിലോൺ, ഇവിടെ റൂട്ട് എപ്സിലോൺ, എപ്സിലോൺ റെസ്റ്റ് 1/2 e റെസ്റ്റ് മൈനസ് ബീറ്റ എപ്സിലോൺ d എപ്സിലോൺ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു m സ്ക്വയർ വരുന്നുണ്ട്, ഇവിടെ m വരുന്നുണ്ട്. ഇപ്പോൾ m സ്ക്വയറിൽ നിന്ന് ഈ ടൈം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, m റെസ്റ്റ് 3/2 എന്ന് കിട്ടും. m സ്ക്വയർ റൂട്ട് ഓഫ് 2m. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഇത് മാത്രം എടുത്തിട്ടാണ് m സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് 2m. ഇത് നമുക്ക് റൂട്ട് m, ഇതിന് m ഇൻറ്റു m ഡിവൈഡ് ബൈ m റെസ്റ്റ് 1/2, m റെസ്റ്റ് 1/2, ഇവിടെ m റെസ്റ്റ് 1/2, m റെസ്റ്റ് 3/2 എന്ന് വരും. പിന്നെ അതുപോലെ ഇവിടെ 8 ഉണ്ട്. 8 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × 4, 2 × 4 ആണ് 8. 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സ്ക്വയർ. ഓക്കെ, ഡിവൈഡ് ബൈ റൂട്ട് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ റൂട്ട് 2 ഇവിടെ ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി എന്ത് വരും, റൂട്ട് 2 എന്ന് വരും. ഇപ്പോൾ റൂട്ട് 2 × 2 റൂട്ട് 2, 2 റെസ്റ്റ് 2, ഇപ്പം എന്ത് വരും, ഇവിടെ എന്തുണ്ട്, 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ 2 × 2, ഈ 2 ഇങ്ങോട്ട് ചെയ്ത് 2 റെസ്റ്റ് 3/2 × 2. ഓക്കെ, ഇപ്പോൾ 2ൻ്റെ മേളിൽ 3/2 ഉണ്ട്, എമ്മിൻ്റെ കാര്യം 3/2 ഉണ്ട്, പിന്നെ ഒരു അഡീഷണൽ 2 ഉണ്ട്. 2 പൈ വി ഡിവൈഡ് ബൈ h ക്യൂബ് 2m ഓൾ റെസ്റ്റ് 3/2. കിട്ടിയ മനസ്സിലായിട്ടുണ്ടാവും, ചെയ്ത് വയ്ക്കാൻ മതി. ഇൻ്റഗ്രൽ എപ്സിലോൺ റെസ്റ്റ് 1/2 e റെസ്റ്റ് മൈനസ് ബീറ്റ എപ്സിലോൺ d എപ്സിലോൺ. ഇനി ഇവിടെ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ പഠിച്ചിരിക്കുന്നത് s റെസ്റ്റ് n e റെസ്റ്റ് മൈനസ് മ്യൂ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ മ്യൂ റെസ്റ്റ് n മൈനസ് 1 മൈനസ് 1. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ. ഈ ഇൻ്റഗ്രൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഇയർ n is equal to 1/2. അപ്പോൾ എന്തോന്നു, q1 is equal to 2 pi v divided by h cube 2m raised to 3/2 n factorial 1/2 factorial 1/2 factorial എന്ന് പറഞ്ഞാൽ റൂട്ട് π/2 മ്യൂ റേസ്റ്റ് ടു, മ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ബീറ്റ. ഇപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞാൽ 1/kt, 1/kt. അപ്പോൾ 1/kt ഹോൾ റേസ്റ്റ് ടു മൈനസ് 1/2 മൈനസ് 1, അപ്പോൾ മൈനസ് 3/2. ഓക്കെ, ഈ 2 ക്യാൻസൽ ചെയ്തു. എന്ത് വരും, ഇവിടെ പൈ വി ഉണ്ട്, ഓക്കെ, ഇവിടെ പൈ ഉണ്ട്, ഇവിടെ പൈ റെസ്റ്റ് 1/2 ഉണ്ട്, ഇപ്പോൾ പൈ റെസ്റ്റ് 3/2. ഇവിടെ 2m ഉണ്ട്, അതും 3/2 ആണ്. ഇവിടെ h ക്യൂബ് ഉണ്ട്, h സ്ക്വയർ ഹോൾ റെസ്റ്റ് 3/2. അപ്പോൾ മൊത്തം ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞത് ഇതായിരിക്കും. q1 is equal to v into 2 pi m kt divided by h square all raised to 3/2. ഇപ്പോൾ q1 is equal to v divided by lambda cube, where lambda is equal to h square divided by 2 pi m kt all raised to 1/2 h cube divided by 2 pi m kt all raised to 1/2. This is called mean thermal
വേവ് ലെങ്ത്. മീൻ തെർമൽ വേവ് ലെങ്ത് എന്നതാണ് എന്ത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ്. അപ്പോൾ ഇവിടെ കിട്ടിയ എങ്ങനെ വെച്ചാൽ ഇവിടെ 1/2 ഉണ്ട്, ഇവിടെ 2. അപ്പോൾ ലാംഡ ക്യൂബ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് ഈക്വൽ ടു h² ഡിവൈഡ് ബൈ 2πmkt ഹോൾ റൈസ് ടു 3/2. That is equal to lambda is equal to h² divided by 2πmkt whole raised to 1/2. Sorry, അപ്പോൾ h ഉണ്ടാവും കേട്ടോ. h divided by 2πmkt. h divided by 2πmkt ആണ് മീൻ തെർമൽ വേവ് ലെങ്ത്. അപ്പോൾ Q1 is equal to V divided by lambda cube. Q1 is equal to V divided by lambda cube ആണെങ്കിൽ Qn is equal to എന്താണ് Q1 all raised to n divided by n factorial അല്ലേ. That is equal to V raised to n ഇതുകൊണ്ട് lambda raised to 3n n factorial. This is the partition function for Maxwell-Boltzmann പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബോസോൺ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ പാർട്ടിക്കിളിൻ്റെ കേസിലുള്ള കേസാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ്. ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു സിഗ്മ ആർ എക്സ് ഇ റൈസ് ടു മൈനസ് ആൽഫ എൻ മൈനസ് ബീറ്റ എപ്സിലോൺ capital E. That is equal to nr ex. That is equal to sigma z raised to n minus q n. ഇങ്ങനെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പാർട്ടീഷൻ ഫംഗ്ഷൻ ഇറ്റ് ഈസ് കോൾഡ് ഫിഗാസിറ്റി. ദിസ് ഈസ് കോൾഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ z raised to n Qn തൊട്ട് നമുക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട് V raised to n divided by n factorial lambda raised to 3n. That is equal to sigma z V divided by lambda 3n all raised to 3 all raised to n divided by n factorial. Okay, that is equal to ഇത് എക്സ്പോണൻഷ്യൽ ഒരു സമ്മേഷൻ ആണ്. സോ പാർട്ടീഷൻ ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പോണൻഷ്യൽ ഓഫ് സെഡ് വി ഡിവൈഡ് ബൈ ലാംഡ ക്യൂ. അതായത് ഇ റെസ്റ്റ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സിഗ്മ എസ് റെസ്റ്റ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ എന്നതാണ്. ആ ഒരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. സോ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്നാണത് this one set v divided by lambda cube. This is the grand partition function for the Maxwell-Boltzmann particles. Okay, ഇത്രയാണ് എന്ത് മാക്സ്വെൽ ബോൾട്സ്മാൻ്റെ കേസിലുള്ളത്. സോ നമ്മൾ പോകുന്നത് ബോസ്-ഐൻസ്റ്റീൻ ഫെർമി ഡിറാക്കിൻ്റെ കേസിലേക്കാണ്.